നമസ്കാരം. മാങ്കൂട്ടത്തിലിന് വേണ്ടി ഇരയെ പരാതിക്കാരിയെ അപമാനിക്കാനും പൊതുമധ്യത്തിൽ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനും അതുവഴി പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദം രൂപപ്പെടുത്താനും നേതൃത്വം നൽകി എന്ന പരാതിയിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായ ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ വാദം എടുത്തു പിടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിൽ ചർച്ചകൾക്ക് മുന്നോട്ട് പോയത്. അദ്ദേഹം ഉയർത്തുന്ന അധിക്ഷേപകരമായ വാദങ്ങളെ സാമൂഹ്യ മാധ്യമത്തിലും മാധ്യമ പ്രതികരണങ്ങളിലും അവർ പലരും ഉപയോഗിച്ചു. അതേസമയം വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ നടത്തുന്ന പ്രതികരണങ്ങളുടെ പിൻപറ്റിയല്ല പല നേതാക്കളും സൈബർ കൂട്ടങ്ങളും മുന്നോട്ട് സഞ്ചരിച്ചിരുന്നത്. ഈ ഘട്ടത്തിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലാവുന്നത്. രാഹുൽ ഈശ്വറിനെ എടുത്തു കൊണ്ട് നടന്നതിൻ്റെ ദുരന്ത ഫലമാണിപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ വീഡിയോയിലൂടെ നമ്മളൊരു 3 കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിൽ അറസ്റ്റിലായിട്ടില്ലാത്ത സാഹചര്യത്തിലും അദ്ദേഹത്തിന് വേണ്ടി പൊതുമധ്യത്തിൽ കോടതിയെ പോലും സ്വാധീനിക്കാൻ കഴിയും വിധത്തിൽ മറ്റൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിലാണ് സൈബർ മേഖലയിൽ രാഹുൽ ഈശ്വർ ചാനലുകളിലടക്കം പ്രത്യക്ഷപ്പെട്ട് ഈ മട്ടിലുള്ള ന്യായീകരണങ്ങൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ പീഡന കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രതികൾക്ക് വേണ്ടി കേരളത്തിലെ സകല ഇരകളെയും തേടിപ്പിടിച്ച് അവരെ അപമാനിക്കുന്ന ഒരു സംഘം പലയിടത്തായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നേതൃനിരയിലെ ഏറ്റവും പ്രധാനിയാണ് രാഹുൽ ഈശ്വർ. വലതുപക്ഷം എന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ച് തീവ്ര വലതുപക്ഷ നിലപാടുകൾ ആവർത്തിച്ചു പറയുക, സ്ത്രീ വിരുദ്ധത അതിൻ്റെ അങ്ങേയറ്റത്തെ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അടയാളപ്പെടുത്താൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് പതിവ് രീതി. ഏറ്റവും ഒടുവിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് വേണ്ടി എന്തെല്ലാം പറഞ്ഞു നടന്നു. ഹണി റോസ് നൽകിയ ഒരു പരാതിയെ തുടർന്ന് ഹണി റോസിനെ നാടുനീളെ അപമാനിച്ച് നടന്നു. ഒടുവിൽ ഏറ്റവും ഒടുവിൽ ഹണി റോസ് നടത്തിയ പ്രതികരണം ഈ ഘട്ടത്തിൽ നമ്മൾ കേൾക്കേണ്ടതാണ്. രാഹുൽ ഈശ്വർ മുതൽ സന്ദീപ് വാര്യർ വരെ കേൾക്കേണ്ടതാണ്. ബസ്സിൽ വെച്ച് സ്ത്രീയോട് വൃത്തികേട് കാട്ടിയതിന് ജയിലിൽ അടക്കപ്പെട്ട ഒരുത്തനെ നാടുനീളെ ന്യായീകരിച്ച് പ്രചരണം നടത്തി. മെൻസ് കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യവുമായി സ്ത്രീപക്ഷ നിലപാടുമായി മുന്നോട്ട് പോകുന്ന സമൂഹത്തിന് മുന്നിൽ അസന്തുലിതമായൊരു ആശയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അധികാര കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ രാഹുൽ ഈശ്വറിൻ്റെ നേതൃത്വത്തിൽ തീവ്രമായി ശ്രമിച്ചു. ഇത്രമാത്രം സാമൂഹ്യ വിരുദ്ധമായ ആശയങ്ങൾ പേറുന്ന ഒരു സംഘത്തെ കൊണ്ടു നടക്കാൻ കോൺഗ്രസിൽ ഒരുപക്ഷെ മാങ്കൂട്ടത്തിൽ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. അതും ഈ സ്ത്രീപക്ഷ സമൂഹത്തിൻ്റെ ചിന്ത മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം ക്രിമിനൽ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-ക്ക് വേണ്ടി ഇപ്പോൾ ഈ പൊതുമധ്യത്തിൽ തന്നെ രേഖകളും തെളിവുകളും ഒക്കെ നിൽക്കുന്ന കേസിൽ രംഗത്തെത്തിയത്. പരാതിക്കാരിയുടെ നിസ്സഹായത MLA ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശങ്ങളിൽ പോലും വ്യക്തമാണ്. സാമാന്യ ധാർമ്മികത ഉള്ള മനുഷ്യരിൽ അത്തരം ധാർമ്മികതയും നന്മയും ബാക്കിയുള്ളവർ പോലും ആ ഫോൺ സംഭാഷണം ഒരിക്കൽ കേട്ടാൽ ആ സ്ത്രീയെ അപമാനിക്കുന്ന ആളുകളോട് എന്ത് സമീപനം എടുക്കുമെന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല. ചാനലുകളിൽ മുഴുവൻ കയറിയിരുന്ന് അതേസമയം പീഡകനായ ഒരാൾക്ക് വേണ്ടി നിസ്സഹായയായ ഒരു പെൺകുട്ടിയെ രാഹുൽ ഈശ്വർ അപമാനിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് കേട്ടുനിന്ന് ചെവി പൊത്തിപ്പോയിട്ടുണ്ട്. ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരവേഷം ചാർത്തി കൊടുക്കാൻ ഭാര്യയെ ഒരുക്കി നിർത്തിയിട്ടാണ് രാഹുൽ ഈശ്വർ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് പോയത്. സ്ത്രീയെ സ്വന്തം അഭിപ്രായങ്ങളുടെ മെഗാഫോണാക്കി മാറ്റുന്ന പുരുഷാധിപത്യ ബോധത്തെപ്പറ്റി നമ്മുടെ സമൂഹം നിരന്തരം പറയാറുള്ളതാണ്. അവിടേക്കാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായപ്പോൾ ആ പരാതിക്കാരിക്കെതിരെ രാഹുലിൻ്റെ ഭാര്യയെ തന്നെ രംഗത്തിറക്കിയത്. പരാതി വ്യാജമാണ് എന്നും ഇതുപോലെ വ്യാജമായി പരാതി ഉന്നയിക്കുന്ന യഥാർത്ഥ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ് എന്നും രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ പ്രശ്നം അനുഭവിക്കുന്ന ഒരു പരാതിക്കാരിയെ ചൂണ്ടിക്കാണിക്കാൻ ചോദിച്ചാൽ അവർ കുടുങ്ങിപ്പോകും. ഏത് പ്രശ്നത്തിലാണ് വ്യാജ പരാതി ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കാൻ പറഞ്ഞാൽ അവർ കുടുങ്ങിപ്പോകും. ഈ പരാതിക്കാരി വ്യാജമായി പറയുന്നതാണ് എന്ന് രാഹുൽ ഈശ്വറിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ മനസ്സിലായി? രാഹുൽ ഈശ്വർ പറഞ്ഞു കൊടുത്തതല്ലാതെ വേറെ അഭിപ്രായങ്ങൾ എന്താണ് പറയാനുള്ളത്? ഒരു ഇര നിന്നുരുകുമ്പോൾ സമൂഹത്തിന് മുന്നിൽ തനിക്കുള്ള പ്രിവിലേജ് ഉപയോഗിച്ച് താൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പീഡകന് വേണ്ടി വ്യാജ പ്രചരണം നടത്താൻ രാഹുൽ ഈശ്വറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നടത്തുന്നതിന് ആരാണ് അവർക്ക് അധികാരം നൽകിയത് എന്നുള്ള ചോദ്യം അവിടെ കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ പിൻപറ്റി സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും വലിയ തോതിൽ കുടുക്കിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിന് അപ്പുറത്ത് രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ പരാതിക്കാരിയെ അപമാനിച്ച ആ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീജിത്ത് പണിക്കർ ഈ ഘട്ടത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കറും രാഹുൽ ഈശ്വറും ഒരു പരിധിവരെ ഒരേ ആശയങ്ങളെ പിന്തുടർന്നു പോകുന്ന ആളുകളാണ്.
വാക്കുകളാണ് ഈ ഘട്ടത്തിലും ശ്രീജിത്ത് പണിക്കർക്ക് പറയേണ്ടി വരികയാണ്. രാഹുൽ ഈശ്വർ ചെയ്തത് തെറ്റാണ് എന്ന്. അത്രമാത്രം സെൻസിബിൾ അല്ലാതെയാണ് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായാണ് രാഹുൽ ഈശ്വർ പ്രവർത്തിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുൽ ഈശ്വർ സ്വയം വരുത്തിവെച്ച കേസും അറസ്റ്റുമാണ് ഇപ്പോൾ ഉണ്ടായത്. മാങ്കൂട്ടത്തിൽ കേസിൽ അദ്ദേഹം പറയുന്നത് മര്യാദകേടാണെന്ന് 3 ചർച്ചകളിലെങ്കിലും ആവർത്തിച്ചോർമ്മിപ്പിച്ചിട്ടും തിരുത്താൻ അദ്ദേഹം തയ്യാറായില്ല. ഞാനും കൂടി പങ്കെടുത്ത 24 ന്യൂസ് ചർച്ചയിൽ താൻ പറയുന്ന വാക്കുകൾ തെറ്റെങ്കിൽ തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഈശ്വർ. അരുതാത്തത് പറയരുതെന്നും മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ പരാതിക്കാരിയെ അപമാനിക്കേണ്ടതില്ലെന്നും ആ ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. എന്നിട്ടും അവരെ അപമാനിക്കുന്ന വാക്കുകൾ ആവർത്തിച്ചപ്പോൾ അവതാരകനോട് ഇത് അനുവദിക്കരുതെന്നും ഞാൻ അപേക്ഷിച്ചു. രാഹുൽ ഈശ്വർ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ അവതാരകൻ അദ്ദേഹത്തിൻ്റെ അവസരം നിഷേധിച്ചു. ജാമ്യാപേക്ഷ പുറത്തു വന്നപ്പോൾ രാഹുൽ ഈശ്വർ തലേ ദിവസം 24 ന്യൂസിൽ പറഞ്ഞ ന്യായങ്ങളെല്ലാം പൊളിഞ്ഞു എന്ന് അടുത്ത ന്യൂസ് 18 ചർച്ചയിൽ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. എന്നിട്ടും മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നതിനൊപ്പം പരാതിക്കാരെ അപമാനിക്കാനും അദ്ദേഹം ശ്രമിച്ചു. പിന്നീട് അത് അദ്ദേഹം നിരന്തരം ആവർത്തിക്കുകയും ചെയ്തു. മാങ്കൂട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ലാത്ത വിചിത്രവാദങ്ങൾ രാഹുൽ ഈശ്വറിന് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. വിവാഹ സ്റ്റാറ്റസ് മറച്ചുവെച്ച് പരാതിക്കാരി മാങ്കൂട്ടത്തിനെ ചതിച്ചെന്നൊക്കെയുള്ള വാദം ജാമ്യാപേക്ഷ പുറത്തായപ്പോൾ പൊളിഞ്ഞു എന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിലും പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് രാഹുലിൻ്റെ പിന്നീടുള്ള ഇടപെടലുകൾ ഉണ്ടായതും ഇപ്പോൾ അറസ്റ്റിൽ കലാശിച്ചതും. തിരുത്താൻ അവസരം ആവോളം ലഭിച്ചിട്ടും പരാതിക്കാരിയുടെ സ്വകാര്യതയെ മാനിക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചതിനൊരു ന്യായീകരണവും ഇല്ല. ന്യൂസ് 18 ചാനലിൽ അവതാരകൻ എന്നോട് ചോദിച്ചിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ പോസ്റ്റുകൾക്ക് കിട്ടുന്ന വലിയ സ്വീകാര്യതയുടെ കാരണം എന്താണ് എന്ന്. ഞാൻ പറഞ്ഞ മറുപടി ആവർത്തിക്കുന്നു: മാന്യമായ എന്ത് വസ്ത്രം ധരിക്കാനും വ്യക്തികൾക്ക് നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു സിനിമാ നടിയെ ഒരു ബിസിനസ്സുകാരൻ അവഹേളിച്ചപ്പോൾ ആ നടിക്കൊപ്പം നിൽക്കുന്നതിന് പകരം ആ ബിസിനസ്സുകാരനൊപ്പം നിൽക്കാനും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ പേരിൽ ആ നടിയെ നിരന്തരം ഓഡിറ്റ് ചെയ്യാനും ശ്രമിച്ച രാഹുൽ ഈശ്വറിനെ ന്യായീകരിക്കാൻ അന്നും സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകളുണ്ടായിരുന്നു. ആ സ്വീകാര്യതയ്ക്ക് ഒരർത്ഥം മാത്രമേ ഉള്ളൂ: ഭരണഘടനയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും അറിയാത്ത വിഡ്ഢികൾ ഈ നാട്ടിൽ ധാരാളമുണ്ട് എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത്. ഒരുപക്ഷെ ഒരേ തരത്തിലുള്ള ആശയം പല കാര്യങ്ങളിലും ഒരുമിച്ച് പങ്കുവെക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ശ്രീജിത്ത് പണിക്കരുടെ ഈ അഭിപ്രായം രാഹുൽ ഈശ്വർ എത്തി നിൽക്കുന്ന ആ പതനത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹത്തിന് പോലും രാഹുൽ ഈശ്വറിനെ തള്ളിപ്പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള സാഹചര്യം. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ശ്രീജിത്ത് പണിക്കരുടെ അഭിപ്രായം വ്യക്തമായി അവതരിപ്പിച്ചത്. ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റിൻ്റെ അവസാനം പറഞ്ഞ കേസ്, അന്ന് ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചു എന്ന കേസുണ്ടായപ്പോൾ ഹണി റോസിനെതിരെ അധിക്ഷേപം ഉന്നയിക്കാൻ രംഗത്തെത്തിയ രാഹുൽ ഈശ്വറിന് ഹണി റോസ് അന്ന് പരാതി നൽകി. എന്നാൽ സാമൂഹ്യ മാധ്യമത്തിലെ പുരുഷ കൂട്ടത്തിൻ്റെ പിന്തുണയോടെ ഹണി നിരന്തരം ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ ഹണി നടത്തിയ ഒരു പ്രതികരണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മാതൃഭൂമിയുടെ വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: പല ആളുകളും പറയുന്നുണ്ടായിരുന്നു സെറ്റുകളിൽ പോയാൽ ചാണകമെറിയും, പരിപാടിക്ക് പോയാൽ ചാണകം എന്നൊക്കെ. എന്നാൽ ഞാൻ ഒരു വേദിയിൽ പോകുമ്പോൾ എനിക്ക് ലഭിച്ച സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഒരു പാരലലായ ലോകത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ വരെ അവർ അവഹേളിച്ചു കളയും. നമ്മുടെ ശരീരത്തിലെ അവയവത്തെക്കുറിച്ച് അവർ നിരന്തരം മോശമായി കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും. അതുണ്ടാക്കുന്ന വിഷമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഒരേ മാതൃകയുള്ള കമൻറ്റുകൾ ഏറ്റുപറയുന്ന ഒരു കൂട്ടം മനോരോഗികൾ ഉണ്ടാകും. ഒരു പോസ്റ്റ് ഇട്ടാൽ അത് റിപ്പീറ്റ് ചെയ്ത് നടക്കുമ്പോൾ അതൊരു ക്രൈമാണ്. അതിന് പണിഷ്മെൻറ്റ് വ്യക്തമായി കിട്ടിയാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ബാക്കിയുള്ളവർക്ക് കിട്ടൂ. അത് ബാധിച്ച ഒരാൾക്ക് ലൈഫ് ലോങ് അതിനെപ്പറ്റിയുള്ള പേടി ഉണ്ടാവും. നമ്മുടെ അരക്ഷിതാവസ്ഥയെ വർദ്ധിപ്പിക്കും. നമ്മൾക്കതിനെ മറികടന്ന് ഹാപ്പിയായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്നാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെ കുറിച്ച് പറയുന്നത്. ഇത് രാഹുൽ ഈശ്വറിന് മാത്രമല്ല സന്ദീപ് വാര്യർക്കും ബാധകമാണ്. എന്തുകൊണ്ടെന്നാൽ സന്ദീപ് വാര്യർ ഇപ്പോൾ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യർ ആ കുരുക്ക് സ്വാഭാവികമായി ഉണ്ടായ കുരുക്ക് എന്നതിന് പുറത്ത് ഒരു കുറ്റകൃത്യത്തിന് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളെ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ പ്രധാന പ്രത്യയശാസ്ത്ര നേതാവായി കണ്ട് അതിനനുസരിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഒരു കേസിൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇരയെ അപമാനിക്കാൻ രംഗത്തെത്തിയതിൻ്റെ സ്വാഭാവികമായ ദുരന്ത ഫലമാണ് രാഹുൽ ഈശ്വറും അതിൻ്റെ തുടർച്ചയായി സന്ദീപ് വാര്യരും അനുഭവിക്കുന്നത്. രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ട് ആവേശഭരിതനായി സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിൽ അതിജീവിതയെ അപമാനിക്കാൻ ഞാൻ മാന്യനാണ്, പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന മട്ടിലുള്ള പോസ്റ്റുകൾ കൊണ്ട് വിളയാടിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. രാഹുൽ ഈശ്വറിൻ്റെ തുടർച്ചയായി സന്ദീപ് വാര്യർക്കെതിരെയും കേസ് ഉണ്ടായി. സന്ദീപ് വാര്യർ ഇതോടുകൂടി വേറൊരു സാഹചര്യത്തിൽ പെട്ടിരിക്കുകയാണ്. പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് കരുതിയെങ്കിലും സന്ദീപ് വാര്യർക്കെതിരെ കേസ് വന്നതോടെ മൂപ്പര് വീണ്ടും വിശദീകരണവും ആയി രംഗത്ത് വന്നു. അതിജീവിതയെ അപമാനിക്കും വിധം മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായി രംഗത്തെത്തി. എന്നാൽ ഇത്തവണ വളരെ സേഫായി രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ സമീപനത്തിലുള്ള
വാചകങ്ങളാണ് അദ്ദേഹം എടുത്ത് അവതരിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. കേസെടുത്തതിൻ്റെ സമയവും സന്ദർഭവും പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആഖ്യാനം സൃഷ്ടിക്കാനാണ് സന്ദീപ് വാര്യർ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ പോസ്റ്റിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ്: ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത കള്ളക്കേസാണ് രാഷ്ട്രീയ പ്രേരിതമായി എടുത്തിരിക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ അതേ വാചകം സന്ദീപ് വാര്യർ പറയുന്നത്. എങ്ങനെ കള്ളക്കേസ് എന്ന ഒരു ഘട്ടത്തിൽ പോലും സൂചനകൾ എന്ന മട്ടിൽ പോലും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്തതാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോൺ സംഭാഷണത്തിലെ ശബ്ദം ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടത്തിയ പരിശോധനയിൽ അത് മനസ്സിലാക്കപ്പെട്ടിരിക്കുന്നു. സന്ദീപ് വാര്യരുടെ വാദം അവിടെയും പൊളിഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബാക്കി ഒരിക്കൽ പോലും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു വർഷം മുമ്പ് വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അക്കാലത്തിട്ട ഫോട്ടോ മറ്റു ചിലർ ദുരുപയോഗിച്ചതിൻ്റെ പേരിൽ എനിക്കെതിരെ എടുത്ത കള്ളക്കേസിനെ നിയമപരമായി നേരിടും. നീതിക്ക് വേണ്ടി ഇന്ന് തന്നെ നീതിന്യായ പീഠത്തെ സമീപിക്കും. സരിനാണ് KPCയുടെ മീഡിയ കൂട്ടത്തിൽ അതിജീവിതയെ അപമാനിക്കാനുള്ള ചാറ്റുകൾ പുറത്തുവിട്ടത്. അതുകൊണ്ട് വാര്യർക്ക് സരിനെതിരെയും കലിപ്പ് തീരുന്നില്ല എന്നുള്ളതാണ് ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം. അതേസമയം തന്നെ താനിട്ട പോസ്റ്റ് മറ്റു ചിലരെടുത്ത് ദുരുപയോഗം ചെയ്തു എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അതുതന്നെയാണ് പ്രശ്നം. അതായത് മുഖ്യധാരയിൽ സംസാരിക്കാൻ ഇടം പൊതുസമൂഹം നൽകിയ ആളുകൾ ഈ ക്രിമിനൽ കൂട്ടത്തിന് ആക്രമിക്കാനുള്ള വിഭവം ഇട്ട് കൊടുക്കുകയാണ്. എന്താ, ഒരു പെൺകുട്ടിയുടെ വിവാഹ ഫോട്ടോ എന്ന മട്ടിൽ ഒരു സാധനം അവിടെ ഇട്ട് കൊടുക്കുകയാണ്. അതെടുത്ത് ബാക്കിയുള്ള ആളുകൾ നിരന്തരം അവർക്കെതിരെ മോശമായ പ്രചരണം നടത്തുന്നു. ഇതിനു മുമ്പൊന്ന് ചേർത്ത് വായിക്കണം. അവിടെയാണ് സരിൻ്റെ പ്രസക്തി. അവിടെയാണ് സരിൻ പറഞ്ഞത് KPCCയുടെ മീഡിയ കൂട്ടത്തിൽ നിന്ന് ഈ കുട്ടിയുടെ ഈ ഫോട്ടോ പ്രചരിപ്പിക്കണം എന്ന സന്ദേശം അദ്ദേഹം പൊതുമധ്യത്തിലേക്ക് ഇട്ടുകൊടുത്തത്. മാങ്കൂട്ടത്തിൽ കേസിൽ രാഹുൽ ഈശ്വറിൻ്റെ പ്രത്യയശാസ്ത്രം കോൺഗ്രസിലെ ഒരു വിഭാഗം തലയിലേറ്റിയതിൻ്റെ ദുരന്ത ഫലമാണ് ഈ പാർട്ടി അനുഭവിക്കുന്നത്. അത് മാങ്കൂട്ടത്തിൽ പ്രശ്നത്തോടെ പുറത്തെത്തി എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ നേരത്തെ പിടിക്കപ്പെട്ടതിൻ്റെ സാഹചര്യം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് ഇതിലെന്തെങ്കിലും പുനരാലോചന ആരെങ്കിലും നടത്തുമെന്ന് ആലോചിക്കാനുള്ള ഒരു ആശ്വാസം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ, മെൻസ് ബിൽ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഈശ്വർ കൊണ്ടുവരുന്ന സാമൂഹ്യ വിരുദ്ധ ആശയങ്ങളുടെ നിയമപരമായ സാധുതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചേക്കാം എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ ആശങ്കപ്പെടും. എന്തായാലും മിനിമം VD സതീശൻ്റെ നിലപാടെങ്കിലും ആവർത്തിക്കാൻ സൈബർ കൂട്ടവും ഇമാതിരി നേതാക്കളും തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി രൂപപ്പെട്ടില്ലായിരുന്നു. വൈകിയ വേളയിലെങ്കിലും കോൺഗ്രസ് തിരിച്ചറിവിലേക്ക് സഞ്ചരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.